അപ്പോൾ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൽ അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. സ്കൈ നിയർ അറ്റ് ഹാൻഡിലെ ആകാശം, കയ്യെത്തുന്ന ദൂരത്ത് ആകാശം. അപ്പോൾ എന്താണ്, നമുക്ക് ഫസ്റ്റ് 92 പേജ് വരെയുള്ളത് നമ്മൾ പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കുട്ടികൾക്കും ആൻസേഴ്സൊക്കെ ഒരുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 93 മുതൽ 93 മുതലാണ് നമ്മളിന്ന് എടുക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് സ്റ്റാർ വാച്ചിങ് ക്യാമ്പ് ഓർഗനൈസ്ഡ് ഇൻ എ സ്കൂൾ. സ്കൂളിൽ സംഘടിപ്പിച്ച നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിൻ്റെ ചിത്രം നോക്കൂ. ഇവിടെ ചിത്രത്തിൽ കണ്ടോ? പിന്നെ യു മേ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ എ സ്റ്റാർ വാച്ചിങ് ക്യാമ്പ് ആൻഡ് ലേൺ മോർ അബൌട്ട് ദ സ്കൈ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളും ഒരു നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് ആകാശത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഇഫ് ദ സ്കൈ ഈസ് ക്ലൗഡി ഓർ ദർ ഈസ് ടു മച്ച് ലൈറ്റ് അറൗണ്ട്, സ്റ്റാർ വാച്ചിങ് വിൽ ബി ഡിഫിക്കൽട്ട്. അല്ലേ? ആകാശം മേഘാവൃതമായാലും ചുറ്റുപാടിൽ നിന്ന് അമിതമായി പ്രകാശമുണ്ടായാലും നക്ഷത്ര നിരീക്ഷണം എന്താകും? പ്രയാസമാകും. അല്ലേ? നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്? വാട്ട് പ്രിപ്പറേഷൻസ് ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്? നമ്മൾ നക്ഷത്രങ്ങളെ കാണുന്നതിന് എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? മേഘാവൃതമായ അന്തരീക്ഷമുള്ള ദിവസം ഒഴിവാക്കണം. വ്യക്തമായി ആകാശം കാണുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം. കൂടുതൽ പ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കരുത്. ആകാശ നിരീക്ഷണത്തിന് അനുയോജ്യമായ ദൂരദർശിനി വേണം. പിന്നെ ഭൂപടം വേണം. There are softwares that help us in sky watching. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. ട്രൈ വാച്ചിങ് ദ സ്കൈ യൂസിങ് K-Star ആൻഡ് സ്റ്റെല്ലറിയം ഇൻസ്റ്റാൾഡ് ഓൺ യുവർ സ്കൂൾ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? വിദ്യാലയത്തിൽ സ്കൂളിലെ കമ്പ്യൂട്ടറിലുള്ള K-Star, സ്റ്റെല്ലറിയം എന്നിവ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആകാശ നിരീക്ഷണം നടത്തി നോക്കൂ. അടുത്തത് സ്പേസ് സ്റ്റേഷനാണ്, ബഹിരാകാശ നിലയം. വി ഒബ്സർവ്ഡ് ദ സ്റ്റാർസ് ഫ്രം ദ എർത്ത്. അല്ലേ? ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. വാട്ട് ഇഫ് വി ഒബ്സർവ് ആൻഡ് കണ്ടക്ട് എക്സ്പെരിമെൻറ്റ് ഫ്രം ദ സ്പേസ് ഇറ്റ്സെൽഫ്? ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യം ഒരുക്കിയാലോ? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കാതെ അതിനുള്ള സൗകര്യം ബഹിരാകാശത്ത് തന്നെ ഒരുക്കിയാലോ? എ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസ്. അല്ലേ? അതിനായിട്ട് ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ഏത്? ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഇനി ഇവിടെ 2-3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ചിത്രങ്ങൾ നോക്കുക. അതൊക്കെ സ്പേസ് സ്റ്റേഷൻ്റെ ചിത്രങ്ങളാണ്. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെൻറ്റ്സ്? പരീക്ഷണങ്ങൾക്കും മറ്റുമായിട്ട് ബഹിരാകാശ നിലയിലെത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? അല്ലേ? നോ എയർ തന്നിട്ടുണ്ട്, വായുവില്ല. പിന്നെന്തൊക്കെയാണ്? വെള്ളമില്ല. പിന്നെയോ ഭാരം അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. അല്ലേ? പിന്നെയോ പലതരത്തിലുള്ള വികിരണങ്ങൾ ഉണ്ട്. വാട്ട് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ആർ നീഡഡ് ടു ഓവർകം സച്ച് പ്രോബ്ലംസ്? ഇത്തരമുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാവും വേണ്ടി വരിക? ശുദ്ധവായു ഉറപ്പുവരുത്തണം. കുടിക്കാനുള്ള വെള്ളം ഉറപ്പുവരുത്തണം. അന്തരീക്ഷ ഊഷ്മാവും മർദ്ദവും ക്രമീകരിക്കണം. ദീർഘകാലത്തേക്കുള്ള ഭക്ഷണം കരുതണം. വികിരണങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. പൊടിപടലങ്ങളിൽ നിന്നുള്ള വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ വേണം. Exploration related to outer space are progressing at a greater pace nowadays. It is the sky watching that inspired all these exploration and experiments. ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് വലിയ തോതിൽ പുരോഗമിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും എല്ലാം തുടക്കമിട്ടത് എന്താണ്? ആകാശ നിരീക്ഷണങ്ങളാണ്. അടുത്തത് ദ മൂൺ. അല്ലേ? ചന്ദ്രൻ. ദ മൂൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ബോഡി ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. ഈസിൻറ്റ് ഇറ്റ്? വാട്ട് കുഡ് ബി ദ റീസൺ? രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും ഒക്കെ കാണുന്നത് എന്താണ്? ചന്ദ്രനെയാണല്ലോ. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ചന്ദ്രനാണ്. അല്ലേ? The moon is the closest celestial body to the earth. Is the moon bigger than the stars? Can the moon shine on its own? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രന്. ചന്ദ്രന് നക്ഷത്രങ്ങളെക്കാൾ വലിപ്പമുണ്ടോ? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ?
ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല അല്ലേ? സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. ദ മൂൺ റിവോൾവ്സ് എറൗണ്ട് ദ എർത്ത് അല്ലേ? ഭൂമി എന്ന ഗ്രഹത്തെ ആരാണ് ചുറ്റുന്നത്? ചന്ദ്രൻ ചുറ്റുന്നു. സാറ്റലൈറ്റ്സ് ആർ ദ സെലസ്ട്രിയൽ ബോഡീസ് വിച്ച് റിവോൾവ് എറൗണ്ട് ദ പ്ലാനറ്റ്സ്. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് എന്ത്? ഉപഗ്രഹങ്ങൾ. ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. ചന്ദ്രന് ഭൂമിയുടെ ഉപഗ്രഹമാണ്. ദ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫോൾസ് ഓൺ ദ മൂൺ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. നമ്മളിപ്പോൾ എഴുതിയത് തന്നെ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് നാം കാണുന്നത്. വാട്ട് ആർ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ? ചന്ദ്രൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അതിലെഴുതാനാണ്, സയൻസ് ഡയറിയിൽ എഴുതാനാണ്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് സ്ഫെറിക്കൽ അല്ലേ? ഗോളാകൃതി. പിന്നെയോ ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ വെളിച്ചമായി നമുക്ക് തോന്നുന്നത്. ചന്ദ്രന് ഏകദേശം ഭൂമിയുടെ 4/1 വലിപ്പവും 8/1 തൂക്കവും മാത്രമേ ഉള്ളൂ. ചന്ദ്രനിൽ പകൽ സമയത്ത് വളരെയധികം ചൂടും രാത്രികാലത്ത് വലിയ തണുപ്പുമാണ് അനുഭവപ്പെടുക. വാട്ട് ഓൾ ലൂമിനസ് ഒബ്ജക്ട്സ് ആർ ദർ ഇൻ ദ സ്കൈ? പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾ ആകാശത്തുണ്ട്? ദ സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത് അല്ലേ? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ലൈക്ക് ദ സൺ ദർ ആർ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സ്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. മെനി സ്റ്റാർസ് ഹാവ് പ്ലാനറ്റ്സ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്സ്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. പിന്നെയോ ഹൗ ടു ഡിഫറൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലസ്ട്രിയൽ ബോഡീസ്? നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും? സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലസ്ട്രിയൽ ബോഡീസ്. സ്റ്റാർസ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ്. ബട്ട് പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലൂമിനസ്. അവർക്ക് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. പിന്നെ ദ ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് മേക്സ് ദം ഗ്ലോ അല്ലേ? എന്നാൽ ഗ്രഹങ്ങളും അവയിൽ പതിക്കുന്ന പ്രകാശം എന്താണ്? പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. അവയ്ക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. വൈൽ ഒബ്സർവിങ് ദ സ്കൈ വി സീ ദ സ്റ്റാർ ടിംഗ്ലിംഗ് വേറാസ് ദ പ്ലാനറ്റ് ഷൈൻ വിത്തൗട്ട് ടിംഗ്ലിംഗ്. അതായത് ആകാശം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് നക്ഷത്രം മിന്നുന്നതായിട്ട് തോന്നും അല്ലേ? ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നു. അടുത്തത് ദ സോളാർ സിസ്റ്റം, സൗരയൂഥമാണ് കേട്ടോ. ചിത്രം നോക്കൂ. ലൈക്ക് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് അല്ലേ? ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലേ? ദ എർത്ത് ആൻഡ് ദ അതർ പ്ലാനറ്റ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ സൺ. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരമാണ് എന്ത്? പരിക്രമണ പദം എന്ന് പറയുന്നത്. അതായത് ഓർബിറ്റ്. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ്സ് ആൻഡ് മെനി അതർ സെലസ്ട്രിയൽ ബോഡീസ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് എന്ത്? സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത്. ഇനി ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ ദ സോളാർ സിസ്റ്റം? സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 എണ്ണമാണ് അല്ലേ? റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ പേരുകൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. Between the orbits of which planets does the Earth's orbit lie? ഭൂമിയുടെ പരിക്രമണ പഥത്തിൻ്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ്? ഭൂമിയുടെ പരിക്രമണ പഥത്തിൻ്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ്? ശുക്രനും ചൊവ്വയ്ക്കും ഇടയിലാണ് അല്ലേ? Make a model of the sun, the earth and the moon as seen in the picture. Demonstrate their movement with the model you have made. ചിത്രത്തിൽ കാണുന്നത് പോലെ സൂര്യനും ഭൂമിയും ചന്ദ്രനും എന്നിവയുടെ മാതൃക ഉണ്ടാക്കി അവയുടെ ചലനം അവതരിപ്പിക്കൂ.
അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്, കൃത്രിമോപഗ്രഹങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് പ്ലേ ഗെയിം, ഒരു കളിയായാലോ. അപ്പോൾ കളി എന്താണെന്ന് ഞാൻ പറയാം. കണ്ണ് കെട്ടിയ ഒരാൾ ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി. ആദ്യം ആരുടെയും സഹായമില്ലാതെ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കണം. അടുത്ത ഘട്ടത്തിൽ ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണ്? കണ്ണ് കെട്ടി സ്വന്തം ചെയ്യുമ്പോഴാണോ, അല്ലെ ഒരാളുടെ സഹായത്തോടുകൂടി ചെയ്യുമ്പോഴാണോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക? ഒരു നിശ്ചിത സ്ഥലത്തേക്ക് എത്താൻ പറ്റുക ഒരാളുടെ സഹായത്തോടു കൂടെ ചെയ്യുമ്പോഴായിരിക്കും അല്ലേ. പിന്നെ ഒരാൾ വാഹനം ഓടിക്കുന്ന ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ അറിയാത്ത ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ വാഹനത്തിൻ്റെ ഡ്രൈവർ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുക? ഒന്നെങ്കിൽ ആളുകളോട് വഴി ചോദിച്ച് പോവും അല്ലേ. അല്ലെങ്കിലോ ഇപ്പോൾ GPS ഒക്കെ ഉണ്ട്, ഇപ്പോൾ നൂതന സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് പോവും. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇത്തരം സേവനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കൂ. അതിലൊരു ക്യാമറ ഘടിപ്പിച്ചാൽ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാമല്ലോ. ആ രീതിയിലെടുത്ത ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മെനി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ക്യാമറാസ് ആൻഡ് വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ഹാവ് ബീൻ സെൻഡ് ടു ദ സ്പേസ്. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ദേ കോൺസ്റ്റൻ്റ്ലി റിവോൾവ് അറൗണ്ട് ദ എർത്ത് അല്ലേ. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ദീസ് ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇങ്ങനെ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് സർവീസസ് ലൈക്ക് GPS അല്ലേ. അതിനൊരു ഉദാഹരണമാണ് എന്ത്? കൃത്രിമോപഗ്രഹങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. പിന്നെയോ ദേ എനേബിൾ us ടു വ്യൂ ദ സാറ്റലൈറ്റ് ഇമേജസ് ഓഫ് യുവർ ഹൗസ്, സ്കൂൾ ആൻഡ് അതർ പ്ലേസസ് യൂസിങ് മൊബൈൽ ഫോൺസ് ഓർ കമ്പ്യൂട്ടേഴ്സ്. നിങ്ങളുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ കാണാൻ പറ്റൂലേ, ഇവിടെ ചിത്രത്തിൽ തന്നതുപോലെ. വാട്ട് ആർ സം അതർ സർവീസസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ്? കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തെല്ലാമാണ്? ചിത്രം നിരീക്ഷിച്ച് എഴുതൂ. വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു, കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നു, പിന്നെയോ വിദൂര സംവേദനത്തിന് സഹായിക്കുന്നു, ആശയവിനിമയത്തിന് സഹായിക്കുന്നു, ഗതി നിർണയത്തിന് സഹായിക്കുന്നു, ശാസ്ത്ര പര്യവേഷണങ്ങളിൽ സഹായിക്കുന്നു, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്താനും രേഖപ്പെടുത്താനും സഹായിക്കുന്നു, പ്രതിരോധങ്ങൾക്ക് സഹായിക്കുന്നു. ചിത്രത്തിൽ നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇനി എന്താ തന്നിട്ടുള്ളത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. ചെക്ക് ഔട്ട് ദ ലിസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ അവർ കൺട്രി ആൻഡ് ദെയർ പർപ്പസസ്. വിവിധ ആവശ്യങ്ങൾക്കായി നമ്മുടെ രാജ്യം വിക്ഷേപിച്ച പ്രധാനപ്പെട്ട കൃത്രിമോപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തത് ഇൻസാറ്റ് ആണ്, വാർത്താവിനിമയം അല്ലേ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ എഡ്യൂസാറ്റ്, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഉള്ളതാണ്. IRNSS ആണ്, ഏതാണ്, ഗതി നിർണയം, നാവിഗേഷൻ. പിന്നെ കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണമാണ്, ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ. പിന്നെ ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനമാണ്, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച് അല്ലേ. പിന്നെ GSAT-7 എമിസാറ്റ്, അത് ഡിഫൻസ് പ്രതിരോധത്തിനുള്ളതാണ്. അടുത്തത് എന്താ തന്നിട്ടുള്ളത്? നാം വികസിപ്പിച്ചെടുത്ത ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. അതാണ് ഇവിടെ ചിത്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റോക്കറ്റ്സ് ആണ്. ഹൗ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ടു ദ സ്പേസ്? എങ്ങനെയായിരിക്കും കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്? ഈ പത്രവാർത്ത ഒന്ന് വായിച്ചു നോക്കല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഞാൻ മലയാളത്തിൽ പറയാം. ഉപഗ്രഹ വിക്ഷേപണം മെയ് 29 ബാംഗ്ലൂരു. തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കും. അതാണ് പത്രവാർത്ത. അപ്പോൾ മക്കൾക്ക് ഇവിടെ നിന്ന് എന്താ മനസ്സിലായത്? റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് കൃത്രിമോപഗ്രഹങ്ങളെ നമ്മൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്.
Rockets are the vehicle used to launch satellites and spacecraft into space. അല്ലേ, ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് എന്ത്, റോക്കറ്റുകൾ എന്ന് പറയുന്നത്. ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് ISRO ഈസ് ദ സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മിഷൻസ് ഓഫ് അവർ കൺട്രി. അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ആരാണ്? നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. Collect the names of space research institutes of other countries and note them in your science diary. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ ശേഖരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അമേരിക്ക നാസ, റഷ്യ റോസ്കോസ്മോസ്, ഇംഗ്ലണ്ട് നാഷണൽ സ്പേസ് സെൻറ്റർ ലെസ്റ്റർ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന ടിയാൻഗോങ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അവർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് ആണ്. അല്ലേ, നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളാണ്. ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ് ഈസ് ഡൺ ഫ്രം സം സ്പെഷ്യൽ ഫെസിലിറ്റീസ്. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെൻറ്റേഴ്സ് ഇൻ അവർ കൺട്രി ഈസ് ഗിവൺ. കളക്ട് ആൻഡ് ആഡ് മോർ. അല്ലേ, റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. എല്ലാ സ്ഥലത്തു നിന്നും പറ്റൂല. അല്ലേ, നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കൂ. ഇവിടെ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെ കുറിച്ചും സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മലയാളത്തിൽ മക്കൾക്ക് മനസ്സിലാകാൻ വായിക്കാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. തുമ്പയുടേതാണ് വായിക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1963 നവംബർ 21 സ്ഥാപിതമായതാണ്. പിന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2 വിക്ഷേപണ തറകളുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. ആദ്യം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തുമ്പ. ISROയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന നിലയിൽ പ്രസിദ്ധമായ സ്ഥലമാണിത്. ഭൂമിയുടെ കാന്തിക മധ്യരേഖ ഇവിടെ കൂടി കടന്നു പോകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അടുത്തത് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം അല്ലെങ്കിൽ ശ്രീഹരിക്കോട്ട റേഞ്ച് ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1969 ഇത് സ്ഥാപിതമായത്. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്നതിനാലും സമീപത്ത് ജനവാസമില്ലാത്ത വലിയൊരു സ്ഥലം ഉള്ളതിനാലും റോക്കറ്റ് വിക്ഷേപണത്തിന് ഇത് അനുയോജ്യമായ സ്ഥലമാണ്. ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇവിടെ നിന്നാണ് നടത്തുന്നത്. ഇവിടെ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ റോക്കറ്റ് 6,90,000 കിലോഗ്രാം ആയിരുന്നു. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. അടുത്തത് സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് വോയേജസ് ടു ദ മൂൺ, ചന്ദ്രയാത്രകളാണ്. അല്ലേ, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചിരുന്നത്. അടുത്തത് ദ സ്പേസ് വീക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ ഞാൻ മലയാളം എക്സ്പ്ലനേഷൻ പറയാം കേട്ടോ. ബഹിരാകാശ വാരം. ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച
സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ വാരാചരണം നടത്തുന്നത്. അടുത്തത് ഇന്ത്യാസ് ലൂണാർ മിഷൻസിലെ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ. അവർ നേഷൻ കണ്ടക്ട്സ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻസ് ഇൻ ദ നെയിം ചന്ദ്രയാൻ. അപ്പോൾ എന്താണ്, ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചന്ദ്രയാൻ 1 അല്ലെ, ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. ഇനി ചന്ദ്രയാൻ 2ഓ? രണ്ടാമത്തേത് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിലിറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. അടുത്തത് ചന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ചന്ദ്രയാൻ 1ൻ്റെ 2ൻ്റെ 3ൻ്റെ ഒക്കെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളത് നോക്കുക. അതർ ഇന്ത്യൻ പ്രോജക്റ്റ് ആണ് അല്ലേ. ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാനും നമുക്ക് പദ്ധതികളുണ്ട്. ഏതൊക്കെയാണെന്ന് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മംഗൾയാൻ അല്ലേ, ചൊവ്വ പര്യവേഷണമാണ്, മാസ് എക്സ്പെഡീഷനാണ്. പിന്നെ ആദിത്യ L1 സോളാർ എക്സ്പെഡീഷനാണ്. പിന്നെ ഗംഗയാൻ ഏതാണ്, ഗഗൻയാനാണ്, സ്പേസ് എക്സ്പെഡീഷനാണ് അല്ലേ, ബഹിരാകാശ പര്യവേഷണം. മറ്റേത് സൗര പര്യവേഷണം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു പതിപ്പ് തയ്യാറാക്കുക. ആദ്യം നമുക്ക് മംഗൾയാനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്ര ദൗത്യമാണിത്. കൊൽക്കത്തയിൽ വെച്ച് നടന്ന 100ാം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലാണ് ഇതിനെക്കുറിച്ച് ആദ്യ പ്രഖ്യാപനം ഉണ്ടായത്. 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇതോടെ ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഈ ഉപഗ്രഹം ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് വിക്ഷേപിച്ചത്. PSLVയുടെ പരിഷ്കൃത രൂപമായ PSLV-X ആണ് നിലവിൽ ഇതിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. അടുത്തത് ആദിത്യ L1 സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു കൊറോണഗ്രാഫിക് ബഹിരാകാശ പേടകമാണിത്. ISRO രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു. മറ്റ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ലാഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ ചുറ്റളവിൽ ഇത് പരിക്രമണം ചെയ്യുന്നു. അവിടെ സൗരാന്തരീക്ഷം, സൗരകാന്തിക കൊടുങ്കാറ്റുകൾ, പരിസ്ഥിതിയിൽ അവയുടെ സ്വാധീനം എന്നിവ പഠിക്കും. ഭൂമിക്ക് ചുറ്റും സൂര്യനെ നിരീക്ഷിക്കാൻ സമർപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ദൗത്യമാണിത്. നിഗർ ഷാജിയാണ് പദ്ധതിയുടെ ഡയറക്ടർ. ഇനി നമുക്ക് വിലയിരുത്താൻ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവെപ്പുകളാണ് ചുവടെ. ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തി ഇവ ക്രമപ്പെടുത്തി എഴുതാൻ. ഇതിന് നേരെ വർഷങ്ങൾ എഴുതുക, എന്നിട്ട് ക്രമത്തിൽ എഴുതണം. ഒന്നാമത്തത് ISRO നിലവിൽ വന്നു 1969 ഓഗസ്റ്റ് 15. പിന്നെ ആര്യഭട്ട 1 വിക്ഷേപണം 1975 ഏപ്രിൽ 19. ഇൻസാറ്റ് 1 വിക്ഷേപണം 1982 ഏപ്രിൽ 10. ചന്ദ്രയാൻ 1 വിക്ഷേപണം 2008 ഒക്ടോബർ 22. മംഗൾയാൻ വിക്ഷേപണം 2013 നവംബർ 5. ആദിത്യ L1 വിക്ഷേപണം 2023 സെപ്റ്റംബർ 2. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാമത്തത് ഭൂമിയുടെ ഉപഗ്രഹം, പിന്നെ കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്നു, കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നു, ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കൾ സ്വയം പ്രകാശിക്കുന്നു. ഇപ്പുറത്ത് സൂര്യൻ, ചന്ദ്രൻ, ഉപഗ്രഹങ്ങൾ, റോക്കറ്റ്, കൃത്രിമോപഗ്രഹങ്ങൾ.
ഒന്നാമത് എർത്ത് സാറ്റലൈറ്റ്, ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ. പിന്നെ വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്നു കൃത്രിമോപഗ്രഹങ്ങൾ. പിന്നെ ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നു റോക്കറ്റ്. പിന്നെ സെലട്രിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കൾ ഉപഗ്രഹങ്ങളാണ്. പിന്നെ സെൽഫ് ഗ്ലോയിങ് അല്ലേ, സ്വയം പ്രകാശിക്കുന്നത് സൂര്യനാണ് അല്ലേ. അടുത്തത് നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കാം അല്ലേ. ഈ പദപ്രശ്നം പൂർത്തിയാക്കൂ, ഇതുപോലെ പുതിയ പദപ്രശ്നങ്ങൾ നിർമ്മിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിനുള്ള പസിലും മലയാളം മീഡിയത്തിനുള്ളതും മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെത് ആദ്യം നോക്കാം. അപ്പോൾ 1-ാം നമ്പർ വലത്തോട്ട് ഇവിടെ ART തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നാസാസ് ഫസ്റ്റ് മിഷൻ ടു സെൻഡ് വുമൺ ടു ദ മൂൺ, എന്താണ് ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യത്തെ ദൗത്യം. എന്താണ് ഉത്തരം? 1 വലത്തോട്ട് ART അവിടെ തന്നിട്ടുണ്ട്. ഇനി EMI അല്ലേ, എസ്സും അവിടെ ഉണ്ട്. അടുത്തത് 4-ാമത്തെ നമ്പറാണ്, താഴെ T തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഹിൻ്റായിട്ട് ദ ഓൺലി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ കേരളത്തിലെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്റ്റേഷൻ എവിടെയാണ്? തുമ്പയാണ് അല്ലേ. അപ്പോൾ T കഴിഞ്ഞിട്ട് HUMBA. അടുത്തത് ഡൗൺവേർഡ്സ് ആണ്, താഴോട്ടാണ് കേട്ടോ. ഇന്ത്യാസ് ഫസ്റ്റ് സ്പേസ് ടെലസ്കോപ്പ്, ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ടെലസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ് അല്ലേ. അപ്പോൾ 1 താഴോട്ടാണ്. അപ്പോൾ A ഉണ്ട്, T ഉണ്ട് താഴെ. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുത്തത് 2-ാമതാണ് കേട്ടോ, 2 ആണ് താഴോട്ട്. അപ്പോൾ നമുക്കിവിടെ 6 ഫസ്റ്റ് ലെറ്റർ തന്നിട്ടുണ്ട്. ദ നെയിം ഓഫ് എൻ ഇന്ത്യൻ സാറ്റലൈറ്റ്, അപ്പോൾ ഇന്ത്യൻ സാറ്റലൈറ്റിൻ്റെ പേര് പറയാനാണ്. ഏതാണ്? രോഹിണി. അപ്പോൾ 6 തന്നിട്ടുണ്ട്, OHINI അല്ലേ. അടുത്തത് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സാറ്റേൺ ആണ് അല്ലേ. ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഏതാണ് എന്ന്? അപ്പോൾ ടൈറ്റാൻ ആണ്. അടുത്തത് ഇന്ത്യാസ് ടെലി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഏതാണത്? ഇൻസാറ്റ് ആണ്. അടുത്തത് താഴോട്ട് തന്നെ 6-ാമത്തതാണ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഏതാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? സ്പുട്നിക് ആണ് അല്ലേ. അടുത്തത് 7 ആണ്. 7 മുകളിലോട്ടാണ് കേട്ടോ, അപ്വാർഡ്സ് ആണ്. ദ ഓറഞ്ച് റെഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഓറഞ്ച് റെഡ് കളറിലുള്ള പ്ലാനറ്റ് ഏതാണ്? മാർസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതേണ്ടത്. ഈ മലയാളം മീഡിയത്തിൻ്റെതും ഇവിടെ പൂരിപ്പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 1-ാമത്തത് മലയാളം മീഡിയത്തിനുള്ള ചോദ്യം വലത്തോട്ടാണ് കേട്ടോ. ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യ ദൗത്യം. അപ്പോൾ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആർട്ടിമിസ് ആണ്. പിന്നെ 2-ാമത്തെ ചോദ്യം ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ്? സ്പുട്നിക് ആണ് അല്ലേ. പിന്നെയോ ഒരു ആദ്യകാല ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? 3-ാമത്തത് വലത്തോട്ടാണ്, ഗലീലിയോ. 4-ാമത്തത് കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ് അല്ലേ. 5-ാമത്തത് ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാനാണ്. ഇനി താഴോട്ട് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ മക്കൾ പൂരിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും പ്രവർത്തനങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കൾ ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റും. ശ്രദ്ധിച്ച് ക്ലാസ്സൊക്കെ കാണുക, വർക്കുകളൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ മാത്രമായിട്ട് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.